അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആരിലാണത്? യേശുവിൽ. ആ യേശു എവിടെയാ? നമ്മളിൽ. അപ്പൊ നമ്മളിൽ ആരുണ്ട്? എന്തുണ്ട്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഇപ്പൊ എവിടെയുണ്ട്? നമ്മളിൽ തന്നെ ഉണ്ട്. എന്നിട്ട് വായിച്ച്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒളിഞ്ഞിരിക്കുന്ന ആ നിധി ഒളിഞ്ഞിരിക്കുന്ന യേശു എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യോസിൽ പറഞ്ഞത്, ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അപ്പം നമ്മൾ ജ്ഞാനത്തെ മാത്രമാണ് നോക്കുന്നത്. ഈ ജ്ഞാനം നമ്മളിൽ തുറന്നു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നീതി. അപ്പോഴേ നീതി എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ എനിക്കത് പറയണമെന്ന് വലിയ ആവേശമുണ്ട്. ഇപ്പോൾ പറയണ്ട, അവിടെ ഇരിക്കട്ടെ. ചക്ക പഴുക്കണമാതിരി അത് പഴുക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് ഭക്ഷിക്കാം. ഓക്കെ. ജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഇങ്ങനെ പുതിയ നിയമത്തിൽ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പൗലോസ്ലീഹ വർണ്ണിക്കുന്നത് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാകയാൽ. ഇപ്പോഴാണ് ആശാൻ ഇതൊക്കെ പറയണേ. ഇപ്പോൾ ഈ പെന്തക്കോസ്ത അനുഭവം അല്ലെങ്കിൽ യേശുവിനെ ആ ജ്ഞാനത്തിൻ്റെ അനുഭവം അതുവരെ ഇത്രയും മനസ്സിലായിരുന്നില്ല. പാവം. ആ മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ബയോഗ്രഫിക്കലായിട്ടാണ് പറയുന്നത്, ഒരു ആത്മകഥാരൂപേണയാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ്. അദ്ദേഹം എല്ലാം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഒരു സാക്ഷ്യം പോലെയാണ് പറയുന്നത്. നമുക്കിതൊന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വചനം വായിക്കാം. 3:5 മുതലുള്ള വചനത്തിൽ, കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വരട്ടെ അത് പിന്നെ വായിക്കാം. തൽക്കാലം നമുക്ക് ജ്ഞാനത്തിൽ നിൽക്കട്ടെ. നീതിയിലേക്ക് പോകണ്ടേ? ഇപ്പം പോകണ്ട. നീതിയിലേക്ക് പോയാൽ കണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ മറ്റുള്ളവയെല്ലാം കേട്ടോ, ഉച്ഛിഷ്ടം എന്ന് നമ്മൾ സാധാരണ പറയാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്.
ഇതാണ് ഈ തർജ്ജിമകളിലുള്ള വേറെ വാക്ക് അതിനില്ലാത്തതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ സാരാംശം എന്താണ്? ഉച്ഛിഷ്ടം എന്ത് ചെയ്യുന്നു നമ്മൾ? ഉച്ഛിഷ്ടം ഉടനെ നശിപ്പിക്കപ്പെടുന്നു. ഉടനെ തന്നെ വേസ്റ്റാണ്. അത് വേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നിത്യതയുള്ള ജ്ഞാനമാണ്. അത് നിത്യമായി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജ്ഞാനമാണ്. എന്നാൽ അതിനെ തുലനം ചെയ്യുമ്പോൾ ഈ പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ജ്ഞാനം, അതായത് പഴയ നിയമത്തിനെ കേന്ദ്രീകൃതമായിട്ടും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള നീതിയുടെ ആ ജ്ഞാനം, താൻ പഠിച്ചത് മറ്റുള്ളവയെല്ലാം, അതിന് ഒന്നിനും നിത്യത ഇല്ല. അത് നൈമിഷികമാണ്. അത് നമ്മൾ നിത്യതയിലേക്ക് കൊണ്ടുപോകില്ല. അതാണ് ഉച്ഛിഷ്ടം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് പെരിഷബിൾ. മനസ്സിലായോ? അതിന് നിത്യതയില്ല. അതിനൊന്നിനും നിത്യത തരാൻ പറ്റില്ല. അതിനി ബാക്കി ദൈവനീതിയെക്കുറിച്ച് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ത് രസമാണതില്ലേ? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ, ആ ജ്ഞാനം നിങ്ങൾക്ക് വേണോ? എന്നാൽ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, ജ്ഞാനസ്നാനത്തിലൂടെ അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. ഇതിപ്പോഴാണ് അറിയണേ. അതാണ് പ്രശ്നം. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. ഒരാളും നിങ്ങളുടെ അടുക്കൽ നിന്ന് അത് മോഷ്ടിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നതാണ്. ആ വിളക്ക് മെഴുതിരി കത്തിച്ച് തന്നില്ലേ? അതാണ് ലൂമൻ ക്രിസ്റ്റി. ആ ജ്ഞാനം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. ബൈബിളിൽ വളരെ പ്രധാനമായ ചില പുസ്തകങ്ങളാണ് ജ്ഞാന പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സ്. അതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? സങ്കീർത്തനങ്ങൾ, ജ്ഞാനം എന്ന തന്നെ ഒരു പുസ്തകമുണ്ട്, പ്രഭാഷകൻ, സുഭാഷിതങ്ങൾ, ജോബിൻ്റെ പുസ്തകം, ഉത്തമഗീതം. ഇതെല്ലാം ദൈവിക ജ്ഞാനത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ അധികവും പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിലില്ല. അഥവാ കത്തോലിക്ക ബൈബിളിൽ ഉണ്ടെങ്കിലും അതവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അതവിടെ ഉണ്ട്. ഒരിക്കലും ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ധ്യാനത്തിൽ ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ പുസ്തകം എന്ന് കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വളരെയധികം പഠിച്ച ഒരു സഹോദരി വന്നിട്ട് പറയാണ്, അതെവിടെയാണ് ബ്രദറെ ആ പുസ്തകം കിട്ടി, ഞാൻ ഉടനെ മേടിക്കാൻ പോവാ. അപ്പോൾ ഒരു നല്ല ഇവരുടെ കയ്യിലൊരു ബൈബിളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ്, അത് നിങ്ങളുടെ ബൈബിളിൽ തന്നെ ഉണ്ടത്. ബൈബിളിൻ്റെ അകത്ത് വേറെ പുസ്തകം ഉണ്ടെന്നോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൻ്റെ അകത്ത് ജ്ഞാനം എന്നൊരു പുസ്തകമുണ്ട്. വളരെ എളിമയോടെ ആ സഹോദരി പറഞ്ഞു, താങ്ക് യു തോമസ് പോളെ, എനിക്ക് ഇന്ന് വരെ അത് അറിയില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലാക്കി തന്നല്ലോ. നമ്മളിത് ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ബൈബിള് നമ്മൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഈ ഇടയ്ക്കാണ് ബൈബിൾ കിട്ടിയത് എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ബൈബിൾ വന്നിട്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും ഈശോയുടെ ബാല്യകാലത്തിലെ പഠന പദ്ധതിയാണ് നമ്മൾ എടുക്കേണ്ടത്. ശിശു,
വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. അപ്പോൾ ഇനി നമുക്ക് ഈ ശിശു ജ്ഞാനം നിറഞ്ഞ് ശക്തനായത് യേശുവിൻ്റെ ബാല്യകാല പഠനങ്ങളിൽ പ്രധാന പുസ്തകങ്ങൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളും ഓഫ്കോഴ്സ് പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങളാണ് യേശുവിൻ്റെ പ്രധാന പഠന പുസ്തകങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളുമായിരുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങൾ അതൊരു ട്രാക്ക് നമ്മളിപ്പോൾ വേറെ പോകുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനം, സങ്കീർത്തനങ്ങളിൽ ജ്ഞാനമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളെ ആശ്ചര്യഭരിതരാക്കും. ദൈവമേ, ഇത്രയും വലിയ നിധിയാണോ ഈ സങ്കീർത്തനങ്ങൾ എന്നുള്ളത്. അതപ്പോൾ നമുക്ക് പഠിക്കാം. ഇനി മറ്റൊന്ന്, ജ്ഞാനം എന്ന പുസ്തകം തന്നെ അതൊരു പഴയ നിയമ പുസ്തകമാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സങ്കീർത്തനങ്ങൾ പോലെ തന്നെ സങ്കീർത്തനങ്ങളിൽ മുഴുവനും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന പോലെ സോളമനെ വെളിപ്പെടുത്തി കൊടുത്ത ഈ ജ്ഞാനം യേശുക്രിസ്തുവിലൂടെ നമ്മളെ സംബന്ധിച്ച് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കേണ്ടത്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ജ്ഞാനം യേശുക്രിസ്തുവിൽ കുടികൊള്ളുന്ന ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയാണത്. അതാണ് സോളമൻ പ്രാർത്ഥിച്ചത്. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ആ ജ്ഞാനത്തെ അയച്ചു തരണമേ എന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോളമനെ, പ്രൈസ് ദി ലോർഡ്. സോളമനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ, എവിടെ? എൻ്റെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും ആ സോളമനേക്കാൾ വലിയവനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തോ കണ്ടെത്തിയമാതിരി തോന്നണ്ടില്ലേ? അടുത്തെത്തിയിട്ടുണ്ടെന്ന് തോന്നണം. ഇനി ഒന്ന് പൊട്ടിച്ചാൽ മതി, സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നു ഇല്ലേ? സോളമൻ ആ ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചതും അതാരോടുകൂടെ ഉണ്ടോ? സൃഷ്ടികർമ്മത്തിൽ അങ്ങയോടുകൂടെ പ്രവർത്തിച്ചതും അങ്ങയുടെ ഹിതമറിയാവുന്നതും ആയ ജ്ഞാനം യേശുക്രിസ്തുവിലൂടെ നമ്മളിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മളിനി മനസ്സിലാക്കണം. ഒരു സമാധാനമായിട്ടുണ്ട്. ഒന്ന് സ്തുതിച്ച് കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ നന്ദി, ഓ പരിശുദ്ധാത്മാവേ നന്ദി, ഓ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവിക ജ്ഞാനത്തിൻ്റെ ഖജാന തുറക്കുന്നതിന് പ്രാർത്ഥിക്കണമേ. സാധാരണ ഞാൻ പറയാറുള്ളത് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6, 7, 8, 9 ഇതിപ്പോൾ ഇന്ന് രാത്രി പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചോ, സൗകര്യമുണ്ടെങ്കിൽ. 6-ാം അധ്യായത്തിലാണ് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരാശയം. 6-ാം അധ്യായം 14-ാമത്തെ വചനം. 6-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. മതി, കണ്ടോ? ഇപ്പോൾ ഇവിടെ പ്രധാനമായി 6-7 കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കാമെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നതാണെന്ന് ഓർക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയും. നമ്മളെ സംബന്ധിച്ച് ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മളത് കിട്ടാത്ത മാതിരിയാണ് ഇരിപ്പല്ല.
അപ്പോൾ ഈ ജ്ഞാനം നമ്മൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മളിൽ പ്രാവർത്തികമാകാനുള്ള ആദ്യത്തെ പോയിൻ്റ്, പോത്തുപോലെ കിടന്നുറങ്ങിയാൽ കിട്ടില്ല. എണീറ്റാൽ മാത്രം പോരാ. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ച. നമ്മൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാണ്, ചില ആൾക്കാർ പറയും, ഒരു സഹോദരി എന്നോട് കുറച്ച് ദിവസം പോലെ, എൻ്റെ തോമസ് പോളി എനിക്ക് വയ്യ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ഒരു വശത്ത് പറയുന്നു, എൻ്റെ മകളൊരു വശത്ത് പറയുന്നു, എൻ്റെ മകനൊരു വശത്ത് പറയുന്നു, ഇവരും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മാതിരിയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ കഷ്ടപ്പെടണം, ഇവർക്ക് യാതൊരു അപ്രീസിയേഷനും ഇല്ല, ഞാൻ പറയണത് ചെയ്യണമില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറി. ഒരു പ്രാക്ടിക്കൽ കാര്യമാണ് കേട്ടോ. ഇതൊരു പക്ഷേ നമ്മുടെയും അവസ്ഥയായിരിക്കാം. ഞാൻ പറഞ്ഞു, നീ രാവിലെ എനിക്ക് പ്രാർത്ഥിക്കണ്ട. പിന്നെ ഞാൻ 3 കൊന്ത രാവിലെ ചെല്ലുന്നുണ്ട്. ക്ഷമിക്കണം കേട്ടോ, നിങ്ങളെല്ലാവരും കൊന്ത ചെല്ലുന്നവർ തന്നെയാണ്. ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം വരുത്തേണ്ടത്. കൊന്ത 3 ചെല്ലിക്കോട്ടോ, ഒരു കുഴപ്പമില്ല. 3 അല്ല 30 കൊന്ത വേണേൽ ചെല്ലിക്കോ. പക്ഷേ നിങ്ങളുടെ ഗ്ലാസ് നിറയാതെ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റുമോ? ആദ്യം എണീറ്റാൽ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ ഗ്ലാസ് കഴുകണം. നമ്മുടെ ഗ്ലാസ് കഴുകണം. എന്ത്? വിശദീകരണ പ്രാർത്ഥന. അതിനുശേഷം നമ്മളുടെ ഗ്ലാസ് നിറയണം. അഥവാ നമ്മളിൽ ദൈവിക ജ്ഞാനം നിറയണം. നമ്മളിൽ എന്ത് നിറയണം? ദൈവിക ജ്ഞാനം നിറയണം. അപ്പം ഞാനിവളോട് പറഞ്ഞു, നീ ഒരു 2-3 ദിവസത്തേക്ക് കൊന്ത കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലും. അയ്യോ അത് പറ്റില്ല, കൊന്തയല്ലാണ്ട് എനിക്കൊരു കാര്യം നടക്കില്ല. വളരെ നല്ല കാര്യം, ഞാൻ ചെല്ലണ്ടെന്നല്ല പറയണേ. 1 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യും. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ഈ പറയുന്ന മാതിരി നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഒരു ട്രയലായിട്ട്, ഒരു എക്സ്പെരിമെൻ്റായിട്ട്. അത് വേണീ ചെയ്യാം. രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ ഈ വചനം തന്നെ നീ മനസ്സിലാക്കണം. 6:14 എന്താ പറയുന്നത്? പ്രഭാതത്തിൽ ഉണരുന്ന അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിൽക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ട്. അവളോടൊന്ന് ഹലോ പറഞ്ഞൂടെ? ഹലോ ജ്ഞാനമേ, അകത്ത് വന്നാലും എൻ്റെ കൂടെ അല്പസമയം സല്ലപിച്ചാലും. ഈ ജ്ഞാനത്തെ ആരയച്ചേക്കണതാ? പിതാവായ ദൈവം അയച്ചേക്കണതാ. എന്തിനാണ്? നീ വല്ല വിഡ്ഢിത്തരം ചെയ്യണേക്ക് മുമ്പ് ഇത് കുറച്ച് കുടിക്ക്. സത്യം. അതുകൊണ്ട് ആദ്യം തന്നെ, ഓ ജ്ഞാനമേ എന്നിൽ നിറയണേ. Wisdom, knowledge, understanding. Wisdom, knowledge, understanding, love, joy, peace. ഇതാണ് ഒരു ഫാമിലി ഓറിയൻറ്റേഷനിൽ ഞാൻ കൊടുക്കണ ഒരിത്. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. ഒരിക്കൽ ഒരു അമ്മച്ചി വന്നിട്ട് ഇവരുമാതിരി പിള്ളേരെ എൻ്റെ അടുത്ത് കൊണ്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് തോറ്റ്, ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല, പഠിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല, കുറേ അങ്ങ് വഴക്ക് കുറച്ച്. അവരായിരുന്നു ആകെ അങ്ങോട്ട് വിഷമിച്ച് ചമ്മി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ വഴക്ക് പറയുന്ന പിള്ളേർക്ക് ഇഷ്ടമാവോ? അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഈ അമ്മയുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ട്. കംപ്ലൈൻറ്റ് ഇവരങ്ങനെ ചെയ്യണില്ല. ഞാൻ പറഞ്ഞേ അവരും മിടുക്കരാണ്, അവർ നീ പോടാ മോനെ, നീ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം കൊണ്ട് പറയണമല്ലോ. അപ്പോഴേക്കും അവനൊത്തിരി സമാധാനമായി. നീ അങ്ങ് രാവിലെ എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിക്കണോടെ കൂട്ടാ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എന്നിട്ട് ഒന്ന് ഡാൻസ് ചെയ്യും. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം, നോളേജ്. ഇത് നല്ലതാണല്ലോ. അവർ രണ്ടുപേരും ഇരുന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അമ്മ ചിരിക്കാണ്. എടാ ഞങ്ങളങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കൈ കൂപ്പി ഇവർ മുട്ടുകുത്തിയിലേക്ക് അടിക്കട അടിച്ചെന്ന് പറഞ്ഞ അവർ കർക്കശമായിട്ട്. ഇതാണ് പ്രശ്നം നമ്മുടെ.
വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ്. പറഞ്ഞേ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പാടി നോക്കട്ടെ നിങ്ങളെങ്ങനെയാണെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നുണ്ട്. എന്ത് വേണം രാവിലെ? വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. വിസ്ഡം, come on, wisdom knowledge and wisdom knowledge understanding love joy peace. Wisdom knowledge, ഇന്ന് ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് wisdom knowledge understanding love joy peace. Wisdom knowledge understanding love joy peace. Wisdom knowledge understanding, wisdom knowledge understanding, come on, wisdom knowledge. Oh, Holy Spirit, fill me, fill me. Wisdom, knowledge, understanding, love, joy, peace. Wisdom, knowledge, understanding, love, peace. Wisdom, knowledge, understanding, love, joy, peace. Wisdom. Praise the Lord. രാവിലെ 4 മണിക്ക് എനിക്ക് ഡാൻസ് ചെയ്ത ഇരിക്കാം. അപ്പോൾ ഞാൻ ഈ ചേട്ടത്തിയോട് പറഞ്ഞേ, ഈ വീട്ടിൽ പ്രശ്നമുള്ള ചേട്ടത്തിയോട് പറഞ്ഞ്, ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് കുറച്ച് സമയം വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു ട്രയലായിട്ട് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ്. കന്യാസ്ത്രീ ഭാരത് ഇങ്ങനെ ഡാൻസ് ചെയ്യട്ടോ, ഇത് ഞങ്ങൾ ചേർന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോളണമേ. വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. ഇത് ഞങ്ങൾ വീട്ടുകാരുടെ കാര്യമാണ് ഈ പറയണത്. പിള്ളേർക്ക് ഇഷ്ടമായോ? ഉണ്ടോ? ഇതേ ഇവിടെ നോക്കി. യു അണ്ടർസ്റ്റാൻഡ്? വിസ്ഡം നോളേജ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ജോയ് പീസ്. എന്തിനു പറയണു? ഞാൻ പറഞ്ഞു, നീ നാളെ ഒരു ദിവസം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് വിവരം പറയാൻ പറഞ്ഞു. എന്താ സംഭവിക്കണേ? അവർ പറയണേ, അത്ഭുതമാണ് പറയണേ, അത്ഭുതം. പറഞ്ഞാൽ തമാശയായിരിക്കും കേട്ടോ, എങ്കിലും നിങ്ങൾ ചിരിക്കും, എങ്കിലും അത് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. അവർ പറയാണ്, സാധാരണഗതിയിൽ ഞാനിങ്ങനെ ഈ വിസ്ഡം നോളജിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ പട്ടി ആ കാർപ്പറ്റിൽ മൂത്രമൊഴിച്ചിട്ടേക്ക്. സാധാരണഗതിയിൽ എനിക്ക് ഭയങ്കര അരിശം വന്ന് ഞാൻ ആ പട്ടിയുടെ തൊഴിലൊഴിച്ചനെയാണ്. പക്ഷേ ഞാൻ മിണ്ടിയില്ല. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. കാര്യം മനസ്സിലാവുണ്ടോ? എനിക്ക് ആ പട്ടിയോട് അല്പം പോലും ദേഷ്യം വന്നില്ല. കാർപ്പറ്റിൽ പട്ടി മൂത്രമൊഴിച്ച്, കാര്യം കാർപ്പറ്റുള്ളവർക്കൊക്കെ അറിയാം സംഭവം എന്തോരം പണിയുണ്ടെന്ന്. പക്ഷേ അവർ പറയാണ്, എന്നിൽ വളരെ എന്തോ ഒരു മാറ്റം വന്നേക്കുന്നത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. ഇത് കഴിയല്ല. എൻ്റെ മകൾ വന്നിട്ട് പറയാണ്, മമ്മി ഞാൻ അത് ചെയ്യട്ടെ. അയ്യോ, ഞാൻ അത് തന്നെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. കണ്ടോ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് അവള് ഇങ്ങോട്ട് പറയണം. നമുക്കിങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാറില്ലേ? പക്ഷെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകാം. എങ്ങനെയാണെങ്കിൽ ഈ ദൈവിക ജ്ഞാനം നമ്മളിൽ ഒഴുകിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കളിലേക്ക്, ഭർത്താവിലേക്ക്, ഭാര്യയിലേക്കൊക്കെ ഒഴുകും. അവരെണിക്കണേക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവരെണിക്കണേക്ക് മുമ്പ് നമ്മളിൽ ഈ സെറ്റപ്പ് അങ്ങ് നിറയണം, നമ്മളിൽ ഈ ജ്ഞാനം ഒഴുകണം. അവരെണിക്കുമ്പോഴേക്കും അവരുടെ അകത്ത് നിറഞ്ഞു കഴിയും. അല്ലെങ്കിൽ അവർ മമ്മി എന്താ കുറേ വഴക്കും ബഹളമൊക്കെ ആയിട്ടാണ് വരുന്നത്. മമ്മി എന്താ ചെയ്യണം, അത് ശരിയല്ല. മമ്മി യു ഡോണ്ട് നോ എനിത്തിങ്, മമ്മി യു ഡോണ്ട് നോ എനിത്തിങ്. ഓ എൻ്റെ കർത്താവേ, നിനക്കെല്ലാം അറിയാം. പിന്നെ ബഹളമായി. മറിച്ച് ജ്ഞാനം മമ്മിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, പപ്പയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഇത് താനേ കുഞ്ഞുങ്ങളിൽ നിറയും. ആ
അങ്ങനെ നിറച്ച് കഴിയുമ്പോഴാണ് അവരെണിക്കേണ്ടത്. ഈ ടെക്നിക്കിൽ നമ്മുടെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ മമ്മി ഐ ലവ് യു, മമ്മി ഞാനാ പച്ചക്കറി അരിഞ്ഞു തരട്ടെ. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഈ മക്കൾ ചെയ്യണം. ഇതായിരുന്നു ഇവള് പിറ്റേ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നാളെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം, കണ്ടോ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നീ കൊന്തൊക്കെ ചെല്ലിക്കോ. പക്ഷേ രാവിലെ ആദ്യം, ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കൊന്ത ചെല്ലണ്ടെന്നല്ല ഞാൻ പറയണത്. കൊന്തകളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും. ചില്ലറ മധ്യസ്ഥ പ്രാർത്ഥനയല്ല, ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. ലോകം മുഴുവൻ കേട്ടോ. ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും. ആരെല്ലാം? എല്ലാ ആത്മാക്കളെയും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ആരെല്ലാം? എല്ലാ ആത്മാക്കളെയും. പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും അവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അത്രയ്ക്ക് വലിയ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത്, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അതുപോലെ തന്നെയാണ് കരുണക്കൊന്ത. കരുണക്കൊന്ത എങ്ങനെയാണ്? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഗ്ലാസ് നിറയാതെ, നിങ്ങളുടെ ആത്മാവ് നിറയാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? പറയും. മറിച്ച് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിന് വേറൊരു ശക്തിയായിരിക്കും. അപ്പോഴാണ് അതിന് ശക്തിയുള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ നിറയാതെ, നമ്മൾ ജ്വലിക്കാതെ, ഉപ്പിനൊറ കൂട്ടാതെ ഉപ്പ് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ആദ്യം തന്നെ ചാടിക്കയറി മധ്യസ്ഥ പ്രാർത്ഥന നടത്തരുത്. 1 മണിക്കൂറെങ്കിലും, മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അങ്ങനെ കുറേ നേരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ നിങ്ങൾ തളരും എങ്കിൽ നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിൽ നിന്ന് ശക്തി അങ്ങോട്ടേക്ക് പ്രസരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ജർമ്മനിയിലുള്ള അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് സന്ദേശം കിട്ടി. ഞങ്ങളെല്ലാവരും കൂടി അതിശക്തമായിട്ട് ഇതേമാതിരി പേഴ്സണൽ പ്രയറെല്ലാം നടത്തി ഒരുക്കിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. 1/2 മണിക്കൂർ നേരത്തോളം നിൽക്കാത്ത ശക്തമായ പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞ ഉടനെ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അതും ജർമ്മനിയിലെ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ഞങ്ങളെല്ലാവരും കുഴഞ്ഞു വീണു. എല്ലാവരും വീണു. ഒരു ശക്തിയും ഇല്ലാണ്ടായി. ഒരു വിധത്തിൽ സന്തോഷമായി. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഇന്റർ കോണ്ടിനെന്റൽ ബലാസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ മിസൈൽ അയക്കുകയാണ് മറ്റു രാജ്യത്തേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തോളം ഞങ്ങളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും അടുത്ത ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തയ്യാറാവുന്നത്. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ. അത് നമുക്ക് ഇനി വീണ്ടും പിന്നീട് ചിലപ്പോൾ സമയമുണ്ടാവും അതിനെക്കുറിച്ച് പഠിക്കാൻ. എന്നാലും ഞാൻ പറയുകയാണ്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യകാലങ്ങളിൽ ഇതേമാതിരി വെളുപ്പിനൊന്നും വേണ്ടിയിട്ടിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക്
ആരോ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതിരാവിലെ എന്നെ കാണാൻ ആരോ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരാശയം വന്നപ്പോൾ ഇപ്പോൾ 4 മണിക്ക് കൃത്യം ഞാൻ എണീക്കും. ഇനി വേറെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തുന്ന സമയത്ത് നിങ്ങളെയും ഉണർത്താനുള്ള ഒരു സെറ്റപ്പ് എൻ്റെ ആത്മാവിൽ ചെയ്യാം. നോക്കണോ? നാളെ ഒരു ട്രയലായിട്ട് നോക്കാം നമുക്ക്. എത്ര പേർക്ക് അതിനുള്ള കൺസെൻറ്റ്, അത് നിങ്ങൾ സമ്മതിക്കണം. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കണം. തോമസ് പോള് ഉണരുന്ന സമയത്ത് എന്നെയും ഉണർത്തണേ. സമ്മതിക്കാമോ? 4 മണി, ചിലപ്പോഴൊക്കെ 3:30 ആകുമ്പോഴേക്കും എണീക്കാൻ തുടങ്ങും കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ 3:30 to 4 o'clock. എത്ര പേർക്ക് നാളെ നിങ്ങൾ അലാം ഒന്നും വെക്കണ്ട, നിങ്ങളെ ആരോ ഉണർത്തും. ഇന്നിവിടെ ഇപ്പോൾ ഒരു ശിശുവചില്ല, കാവൽ മാലാഖ ആകാം, പരിശുദ്ധാത്മാവാകാം, തോമസ് പോള് തന്നെ ആകാം. ശബ്ദം, ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങളിൽ വസിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റപ്പ് ചെയ്യാണ്. പരിശുദ്ധാത്മാവെ, തോമസ് പോളിനെ നാളെ ഉണർത്തുന്ന സമയത്ത് എന്നെയും ഉണർത്താൻ ഞാൻ കൺസെൻറ്റ് ചെയ്യുന്നു, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ സമ്മതമുള്ളവർ കരമുയർത്തുക. ഇപ്പോൾ നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ പോകുകയാണ്. ശരിക്കും കരമുയർത്തി പിടിക്കുക, എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നാളെ രാവിലെ 4 മണിക്ക് ജ്ഞാനം എൻ്റെ വാതുക്കൽ മുട്ടുമ്പോൾ തോമസ് പോളിനെ ഉണർത്തുന്നതോടൊപ്പം എന്നെയും ഉണർത്തണമേ എന്ന്, എന്നെ ഉണർത്താൻ ഞാൻ സമ്മതം നൽകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകുന്നതിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. നാളെ 4 മണിക്ക് രാവിലെ ഞങ്ങളെ ഉണർത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്. ഈ നമ്മുടെ വീഡിയോകൾ യൂട്യൂബിലൂടെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സഹോദരി പറയാണ്, യൂട്യൂബിൽ അപ്പോൾ ഈ വീഡിയോ കാണുകയാണ്, നാളെ രാവിലെ വെളുപ്പിനുണർത്തണം എന്നുള്ളവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഈ യൂട്യൂബിലൂടെ ടെലിവിഷനിൽ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരി അവിടെ വീട്ടിലിരുന്ന് കൈപൊക്കി. പണിയായി. പിറ്റേ ദിവസം മുതൽ രാവിലെ എന്നും 4 മണിക്ക് ഇവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ കുറേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്ത് പ്രിയോറിറ്റിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി എന്തിനു കൊടുക്കണം? ജ്ഞാനത്തിന് കൊടുക്കണം. അത് നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. എന്നാലേ ബാക്കിയുള്ള പ്രാർത്ഥനകൾ ജ്ഞാനം തന്നെ നയിച്ചോളും. അപ്പോൾ പ്രധാനമായിട്ട് 4 മണി, ചിലർ 3 മണിക്ക് ഒരു ഉദ്ദേശം ടൈമാണ്. നമുക്കൊരു അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് എൻ്റെ 4 മണിയാണ്. ഇനിയിപ്പോൾ ഒരു 4:30 ആയി, 5 മണി ആയാലും എണീക്കുമ്പോൾ ആദ്യം തന്നെ ധ്യാനത്തിന് വേണ്ടി കുറച്ച് ദിവസം പ്രാർത്ഥിക്കും. അർജൻറ്റായിട്ട് നാളെ തന്നെ പ്രാർത്ഥിക്കണം. കാരണം നാളെയാണ് ഇനി നമ്മളുടെ ഇതിൻ്റെ തുടർച്ചയുള്ള ദൈവനീതി പഠിക്കണമെങ്കിൽ ഈ ജ്ഞാനം നമ്മളിൽ അണപൊട്ടി ഒഴുകിയാൽ മാത്രമേ ദൈവനീതി മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ അർജൻസി ഇന്ന് രാത്രിയിലുള്ള ആരാധനയിലും നിങ്ങൾ ഈ ജ്ഞാനത്തിന് വേണ്ടിയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാതാപിതാക്കളിലൂടെ ഇത് മക്കളിലേക്ക് ഒഴുകണം എന്നതാണ് പുതിയ ഉടമ്പടിയുടെ ഒരു തത്വം. അത് യേശയ്യ 59:21 പറയുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു. വരട്ടെ എല്ലാവരും ഒന്ന് എടുക്കട്ടെ. യേശയ്യ 59, എല്ലാവരും ഒന്ന് തുറന്നേ, ആ ഭാഗം ഒന്ന് തുറന്നേ. യേശയ്യ 59. യേശയ്യ 59 എന്ന് പറയുമ്പോൾ 53 ശേഷമാണല്ലോ. എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ചിലവർക്കൊക്കെ മനസ്സിലാവും എന്താ അതിൻ്റെ അർത്ഥം. 53 ഈശോയുടെ പീഡാസഹനവും മരണത്തെയും പറയുന്ന സെർവൻ്റ് ഓഫ്, അതാണ്
കർത്താവിൻ്റെ ദാസൻ്റെ ഗീതം 4-ാമത്തെ ഗീതം. അതിലാണ് യേശുവിൻ്റെ മരണം, അതിനുശേഷം പുനരുത്ഥാനവും പുനരുത്ഥാനത്തിന് ശേഷമുള്ള പുതിയ ദൈവരാജ്യത്തിൻ്റെ ആ ദൈവനീതിയുടെ ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളാണ് 55, 56, 58, 59, 60 പറയുന്നത്. അതാണ് ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ ഒരു കിടപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത് 53 ശേഷമാണല്ലോ 59 എന്ന് മനസ്സിലാക്കണം. അത് ഈശോയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് 59 പറയുന്നത്. ഇനി ഒന്ന് വായിച്ചേ, 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ബോണസായിട്ട് വേണമെങ്കിൽ കണക്കാക്കിക്കോ. കാരണം ഇതെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ ചേട്ടന്മാരും അമ്മമാരും ഒക്കെ പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ മക്കളുടെ അവസ്ഥ ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടയോ? വാസ്തവത്തിൽ ഇത് വലിയ ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ വലിയൊരു വഴിയാണ്. നമ്മൾ മക്കളിലേക്ക് മാതാപിതാക്കളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് പ്രസരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ ചെയ്യുന്ന ഉടമ്പടി കണ്ടോ, ഉടമ്പടി അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യവും അവസാനവും പറഞ്ഞിരിക്കുകയാണ്. ഇത് കർത്താവാണ് ഇതരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു മാറ്റവുമില്ല, ഇല്ലേ? ആ അർത്ഥത്തിലൊന്ന് വായിച്ചു നോക്കി ഒന്നുകൂടി. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇതൊരല്പം വിശദീകരണം നല്ലതാണ്. ഇത് നമ്മുടെ കുടുംബ കാര്യങ്ങളിലും നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ എന്നുമുള്ള കുടുംബ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നമ്മളുടെ കുടുംബങ്ങൾ നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കുറ്റമായിട്ടല്ല ഇത് പറയണത്, നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഞാനിത് പറയുമ്പോൾ ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു ജർമ്മൻകാരിയാണ്. അവൾ പറയാണ്, എൻ്റെ തോമസ് പോളെ, എൻ്റെ മകൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൾക്ക് 29 വയസ്സായി. ആരോ പറയണ കേട്ട് ആ ചെറുക്കൻ്റെ കൂടെയാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആ ചെറുക്കനെ വിട്ട് ഈ ചെറുക്കൻ്റെ കൂടെയാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരല്ല വേറൊരാളുടെ കൂടെയാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയല്ല മനസ്സിലാക്കേണ്ടത്, കരുണയോടെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരവസ്ഥയുള്ള ഒരമ്മയെ ഒന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് ഇതെന്നൊന്ന് ചിന്തിക്കുമ്പോൾ ആ അമ്മയുടെയോ അപ്പൻ്റെയോ വേദന മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അവരെ എങ്ങനെ സഹായിക്കണം? അവരെ വഴക്ക് പറയാൻ വളരെ എളുപ്പമായിരിക്കും. എങ്ങനെ ഇവരെ സഹായിക്കണം? അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകി. അപ്പോൾ ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയവുമുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരി, ഈ വചനം ബൈബിൾ തുറന്ന് വായിപ്പിച്ചു. അവൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, ഇതിൻ്റെ അർത്ഥം
നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്നിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകില്ല എന്നത് ദൈവത്തിന് നമ്മളോടുള്ള ഒരു ഉടമ്പടിയാണ്. എന്ന് പറഞ്ഞാൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ദൃഢീകരണ സംസ്കാരം സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഈ ഉടമ്പടി നിന്റെ അവകാശമാണ്. ഈ ഉടമ്പടി നിന്റെ അവകാശമാണ്. ഇത് നിന്നിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീ അതിൽ ബോധപൂർവം ഒന്ന് സഹകരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ രക്ഷാകര ഉടമ്പടിയുടെ ഒരു ഭാഗം ഇതാണ്. ദൈവം യേശുവിനെ മനുഷ്യനായി അവതരിപ്പിച്ചതിലൂടെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിനെയും നമ്മുടെ ആത്മാവിലേക്ക് ചേർത്തിരിക്കുന്നു. ഒരു ഉടമ്പടിയാണത്. ഇറ്റ് ഈസ് എ ഇറിവോക്കബിൾ കവനന്റ്. ഒരിക്കലും അകറ്റാൻ പറ്റാത്തൊരു ഉടമ്പടിയാണ്. ഇപ്പോഴൊന്നും മനസ്സിലാവണില്ല കേട്ടോ, ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നീ കുറച്ച് വെളുപ്പിന് എഴുന്നേറ്റിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ വചനവും പരിശുദ്ധാത്മാവും നിന്നിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുകയും ഈ ഏശയ്യാ 59:21 പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്നിൽ നിറയുന്നതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളിൽ നിറയും എന്ന് വിശ്വസിക്കുക. നീ ഒന്ന് വിശ്വസിക്കാമോ? ഞാനിപ്പോൾ നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കാമോ? എന്ത് വിശ്വസിക്കുന്നു? നിങ്ങളിൽ നിറയുന്ന ദൈവിക ജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പടരും. എന്തുകൊണ്ട്? ഈ ഉടമ്പടിയിലാണ് നമ്മൾ. നമ്മളൊന്നും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമാണ്. എന്നാൽ എന്തെങ്കിലും ചെയ്തോട്ടാ. എന്ത് ചെയ്യണം? വെളുപ്പിന് എഴുന്നേറ്റ് ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കും. ഇവള് പറഞ്ഞു അത്രയും ചെയ്താൽ മതിയോ? ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, നീ ഇത് വായിക്കണം, നിന്നിൽ നിറയണം. അതേസമയം നീ വിശ്വസിക്കണം, എന്നിൽ നിറയുന്നതെല്ലാം ഉടമ്പടി പ്രകാരം എൻ്റെ മക്കളിലേക്ക് നിറയും. ഏതായാലും അവളോട് നിന്ന് പറയാനായിട്ട് അവൾ എവിടെയാണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലേ? നമ്മളാണെങ്കിൽ നമ്മൾ രാവിലെ മക്കൾ എണീറ്റ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുറേ വഴക്കൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ ഉണർത്തും. ഒന്നും പറയണ്ട. തോമസ് പോളെ ഇത് നടക്കുമോ? കണിശമായിട്ട് നടക്കും. അപ്പം ഞാനൊന്ന് കൂട്ടിച്ചേർക്കും, ഇത് ഞാനാണ് പറയണത്. അപ്പം അവൾ പറയണം കർത്താവാണ് പറയണത്. അവിടെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടില്ലേ? ഞാൻ പറയും കർത്താവാണിത് അരുളിച്ചെയ്യണമെന്ന് ഈ വചനത്തിൽ മാത്രം 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും 2 പ്രാവശ്യം പറഞ്ഞേക്കണ ഒരു വചനം ഉണ്ടോ? ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. നമ്മൾ കുറേ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടില്ലേ? ഒരു വചനത്തിൻ്റെ മുൻപിലോ പിൻപിലോ പറയാറുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ഈ വചനത്തിൽ പറയാണ് ഇത് കർത്താവാണ് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു മാറ്റവുമില്ല. ഇത് അത്രയ്ക്ക് കണിശമാണ്. സ്നേഹമുള്ളവരെ, ഇത് അത്രയ്ക്ക് കണിശമാണത്. പ്രൈസ് ദി ലോർഡ്. ഒരു തുറുപ്പ് ചീട്ടുമായി തോന്നുന്നുണ്ടല്ലേ? പണ്ട് ഞാൻ പറയായിരുന്നു, എടാ തുറുപ്പിൻ്റെ 7-ാം കൂലി മതി എല്ലാ ജാക്കിനെയും വെട്ടുന്നു, ഇല്ലേ? തുറുപ്പ് കളിക്കാർക്ക് 7-ാം കൂലി മതി. എന്തിൻ്റെ 7-ാം കൂലി? തുറുപ്പിൻ്റെ. ബാക്കി ജാക്കിനെയൊക്കെ വെട്ടു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകണ്ട. ഈ കന്യാസ്ത്രീമാരൊക്കെ തുറുപ്പ് കളിക്കും, നിങ്ങൾ മനസ്സിലാക്കണ്ട. ഓക്കെ, ഞങ്ങൾ ചേട്ടന്മാർ ചെറുപ്പൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. അതാണ് ഈശോ പറയുമ്പോഴും അവർക്ക് മനസ്സിലാവേണ്ട കാര്യത്തിലാണ് പറയാറില്ലേ?
നമ്മൾ തുറുപ്പ് കളിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലേ? തുറുപ്പിൻ്റെ 7-ാം കൂലി മതി മറ്റെല്ലാ ജാക്കിനെയും വെട്ടും. അവർ കണ്ണൊഴിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ആകാംക്ഷ എന്ത് സംഭവിച്ചെന്നറിയോ? ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിന് ഏതാണ്ട് 500 കിലോമീറ്റർ ദൂരത്തിലുള്ളൊരു പട്ടണത്തിൽ ഞാൻ ധ്യാനം നടത്തുകയാണ്, വേറൊരു ജർമ്മൻ പട്ടണത്തിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ വന്നിറങ്ങിയ ഉടനെ തന്നെ ഈ അമ്മച്ചി ഭയങ്കര സന്തോഷത്തോടെ ഓടി വന്നിരിക്കുകയാണ്. ഓടി വന്നിട്ടാണോ തോമസ് പോളെ കാര്യം നടന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കപ്പോൾ പെട്ടെന്ന് ഓർമ്മ, എന്ത് കാര്യം? നീ എന്ന് പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ വെളുപ്പിനിട്ട് പ്രാർത്ഥിച്ചാൽ ആ വചനവും ജ്ഞാനവും എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ മകളിൽ പോകും, അവൾ തിരിച്ചു വരുമെന്ന്. അവൾ വന്നിരിക്കണോ? അതേ, മാത്രമല്ല അവള് ധ്യാനത്തിന് വന്നിരിക്കണമെന്ന്, തോമസ് പോളിന്റെ ധ്യാനത്തിന് വന്നിരിക്കണമെന്ന് അവൾക്ക് പറഞ്ഞിട്ട് ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അതും തോമസ് പോളിന്റെ ധ്യാനത്തിന് വന്നിരിക്കണമെന്ന്. അവിടെ നിൽക്കണ കണ്ടോ? അതാണ് എൻ്റെ മോള്, അവളാണത്. ശരിക്ക് ഇവളുടെ മാതിരി തന്നെ. ഈ ജർമ്മൻകാർക്കൊരു സ്വഭാവമുണ്ട്, അവർക്ക് അങ്ങ് ഇഷ്ടമായി കഴിഞ്ഞാലുണ്ടല്ലോ അവരെന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് ഞെരിച്ചു കളയും. നല്ല തടിയുള്ള പെണ്ണുങ്ങളാണ്, മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ എല്ലൊക്കെ അങ്ങ് ഒടിയും, ഒന്നും സമ്മതിക്കില്ല. അവർ പറയും, ചിലയിടത്ത് വന്നിട്ട് പറയും, ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ, ഐ വാണ്ട് ടു ഹഗ് യു, വിൽ യു അലൗ മീ? നമ്മൾ 100% സമ്മതിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ നമ്മളുമായിട്ട് യാതൊരു നമ്മുടെ എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയ്ക്ക് ആ സ്നേഹം കൊണ്ട് അവളങ്ങ് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഞെരിച്ച് കളഞ്ഞു. എന്നിട്ട് പറയാണ്, തോമസ് പോളെ, അവൾ ഇങ്ങനത്തെ ധ്യാനമൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കൂടിയിട്ടില്ല. അവൾ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നു, വല്ല അപകടം ഉണ്ടാവോ? ഞാൻ പറഞ്ഞു, ഒരു അപകടം ഉണ്ടാവില്ല. പക്ഷേ നീ മത്തായി, ലൂക്ക എന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നീ അവളോട് അല്പം ദയ കാണിക്കണം. ബൈബിളൊക്കെ അവൾ തുറക്കാൻ സമയമെടുത്തുനിന്ന് വന്നേക്കും. ഞാൻ അവളുടെ അടുത്തിരുന്ന് പൊളിച്ചു കൊടുക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, ഒരു വിരോധമില്ല. അവൾ വന്നു എങ്കിൽ അത് തന്നെ വലിയ അത്ഭുതമാണ്. ബാക്കി കാര്യം നമുക്ക് ക്രമീകരിക്കാം. അവൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനുമായിട്ടൊരു കൗൺസിലിംഗ് നടത്താം. ഞാൻ അവളെ കുമ്പസാരത്തിന് ഒരുക്കാം. ഇപ്പം അർജൻറ്റ് വേണ്ട കേട്ടോ, സാവധാനം മതി. സാവധാനം മതി. അപ്പോൾ 5 ദിവസമുണ്ട്. 2-ാം ദിവസം ആയപ്പോഴേക്കും ഇവള് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇവളോട് ഈ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവൾക്കറിയില്ല എന്താണ്. ആദ്യമായി ചെറുപ്പത്തിലെങ്ങാണ്ടൊരു കുമ്പസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അവളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അവൾ കുമ്പസാരം കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ചിത്രശലഭം പോലെ അവളിങ്ങനെ വരികയാണ്. അവൾ പറയണ, ഐ ഫീൽ ലൈക്ക് ഐ ആം എ ബട്ടർഫ്ലൈ. ഞാനൊരു ബട്ടർഫ്ലൈ പോലെ എനിക്ക് തോന്നണമെന്ന്. അങ്ങനെ ആ ധ്യാനം, അവളുടെ സാക്ഷ്യം, ഈ അമ്മയുടെ സാക്ഷ്യമെല്ലാം ഭയങ്കര ഒരു ഹൃദയസ്പർശിയായ കാര്യമായിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രിൻസിപ്പിള് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എല്ലായിടത്തും വളരെ അത്ഭുതാവഹമായ സംഭവം ഉണ്ടായി. ഒരിക്കലൊരു സംഭവം ഉണ്ടായത്, ഒരപ്പനും അമ്മയും നമ്മുടെ മലയാളികൾ, ഇതിപ്പോൾ എവിടെയാണത്? ബാംഗ്ലൂരാണോ? അല്ല, ഇത് അട്ടപ്പാടി. ഓക്കെ, അതായത് വേറൊരു സ്ഥലത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ധ്യാനത്തിനിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരൊക്കെ വേറെ ഈ ഇതിൽ നിന്ന് വിട്ട് ഒരു 5 സ്റ്റാർ സ്റ്റൈലിൽ ഒരു കപ്പിൾ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നി ഇവർ എവിടെയോ വഴിതെറ്റി വന്നവരാണെന്ന് തോന്നി. ഞാനപ്പോൾ ഒരാൾ വിട്ട് പറഞ്ഞു, നീ അവരോട് പറയും, ഇത് തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനമാണ്, ഇതിന് വന്നതാണോ അത് വേറെ വല്ല ഹോളിഡേ കാര്യത്തിന് വല്ലതിനും വന്നതാണോ എന്ന് ചോദിച്ചാൽ. കാരണം വഴിതെറ്റി അവരുടെ ഇരിപ്പ് ഇതൊക്കെ അവരങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ 2 പേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനമാണെന്ന് മനസ്സിലാക്കി വന്നതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇപ്പം വന്നപ്പോൾ തന്നെ അത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ തന്നെ അടുത്ത ഇൻ്റർവെല്ലിൽ കാണാം. കണ്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ വേദന, അവരങ്ങ് വേദനിച്ചുകൊണ്ട്, ഭയാനകമായ വേദനയാണ്. അവരുടെ ഓമനപുത്രി മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഡോക്ടറേറ്റും കഴിഞ്ഞ് ഉപരിപഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു മുസ്ലിമുമായിട്ട് സ്നേഹമായിട്ട് അവൾ പറയുകയാണ്, ഞാൻ ഒരു മുസ്ലിം ആകാൻ പോവുകയാണ്. ഞാൻ കല്യാണം കഴിക്കുക മാത്രമല്ല, കല്യാണം കഴിച്ചിട്ട് മുസ്ലിം ആകാൻ പോവുകയാണ്. അവർ പറയാണ്, അത് അറിഞ്ഞപ്പോൾ മുതൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അവരങ്ങ് തളർന്നു പോവുകയാണ്. ഞങ്ങൾ എന്തോരം താലോലിച്ചു വളർത്തിയ ഞങ്ങളുടെ മകൾ, ഞങ്ങളുടെ ആ സ്നേഹം മുഴുവനും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇപ്പം കണ്ട ഒരുത്തൻ്റെ കൂടെ അങ്ങ് അവൻ്റെ മതവും അവൻ്റെ ഇതും സ്വീകരിക്കാൻ പോവാണെന്ന്. എന്തോരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇതിൽ. അവർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഇവരെ ഡോക്ടറാക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ തന്നെ വലിയ സായിപ്പന്മാർ പഠിക്കുന്ന സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു, ഹോസ്റ്റലിൽ പഠിച്ചു. അപ്പോൾ മുതലേ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ ദൈവവചനം അവർക്ക് കൊടുക്കാൻ പറ്റിയോ? ഇല്ല. ഇവർ ഒരു ദൈവവചനം വായിക്കുകയോ കുർബാനയ്ക്ക് പോവുകയോ എന്നിവർ അന്വേഷിച്ചോ? ഇല്ല. അതാണ് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ഒരു മേഖല. ഇവൾക്ക് ദൈവികമായ ഒരു ജ്ഞാനം അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്നതാണ് പ്രമാണങ്ങളിൽ ഒരു വാഗ്ദാനം കൂടി നൽകിയിട്ടുള്ള ഒരേ ഒരു പ്രമാണം. അതില്ലാതെ അവൾ പോവുകയാണെങ്കിൽ അവളുടെ ജീവിതം അനുഗ്രഹീതമാകില്ല എന്ന് അവൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനം അവൾക്ക് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ഇവരോട് പറഞ്ഞ മാതിരി ഇവൾക്ക് ദൈവിക ജ്ഞാനം കിട്ടണം. അവൾ ഡോക്ടറാണ്, അതെല്ലാം ഒരു ജ്ഞാനം. എന്നാൽ ദൈവിക ജ്ഞാനം അവളിലേക്ക് ഒഴുകണമെങ്കിൽ ഇപ്പം ചെയ്യാനുള്ളത്, നിങ്ങൾ തന്നെ വെളുപ്പിന് വീണ്ടും 4 മണിക്ക് എണീറ്റ് ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഏശയ്യ 59:21 പഠിച്ചിട്ട് അതനുസരിച്ച് വിശ്വസിക്കണം. എന്നിൽ ഒഴുകുന്ന ജ്ഞാനം എൻ്റെ മക്കളിൽ ചെന്നെത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അവൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ അവൾ തിരിച്ചു വരും. അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ പറയുന്നത്, ഞങ്ങൾ അത്രയും ചെയ്താൽ അപ്പോൾ അവരുദ്ദേശിച്ചിരുന്നത് എന്തോ വലിയ പരിഹാരമൊക്കെ ചെയ്യണമായിരിക്കും എന്നുള്ളതാണ്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളിത് വിശ്വസിച്ചത് ചെയ്യുവിൻ. 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിരിക്കുകയാണ്, ബ്രദറെ അവൾ ഇങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചേക്കണം. എന്നിട്ട് എന്ത് പറഞ്ഞു, നിങ്ങളെന്താ തീരുമാനിച്ചിരിക്കണേന്ന്. ഞങ്ങൾ എന്ത് പറയണം? നിങ്ങൾക്ക് അറിഞ്ഞോണ്ട് എന്ത് പറയണമെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അവൾ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളെന്താ തീരുമാനിച്ചിരിക്കണമെന്ന് ചോദിക്കണു. അതിൻ്റെ അർത്ഥം അവളുടെ തീരുമാനത്തിൽ അവൾക്ക് സംശയമായി. അവൾക്ക് തോന്നുന്നു അവൾ തീരുമാനിക്കുന്നത് ശരിയല്ല. അതാണോ അതിൻ്റെ അർത്ഥം? അതെ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേറെ ഒന്നും തീരുമാനിക്കാനില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേറെ ആരും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ഞങ്ങളുടെ മകളാണ്, നീ കർത്താവിൻ്റെ മകളാണ്. നിന്നെ മറ്റൊരാളും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. എന്തിനു പറയണോ? 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ പെട്ടിയും കിടക്കയായിട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്.
ഇത് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊരു ഓവർ എംഫസൈസ് എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്ക് കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും മോശമാവണമെന്നില്ല. ഒരുപാട് പേര്, അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മൾ കൊടുക്കേണ്ട മറ്റൊന്നെന്താണ്? ഈ ദൈവിക ജ്ഞാനമാണ്. സ്നേഹമുള്ളവരെ, ഇത് ഇന്ന് നിങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഭക്ഷണത്തിന് സമയമായോ? 8 മണി. 8 മണിക്ക് വെച്ചോ. ഭക്ഷണം ആരെങ്കിലും ഭക്ഷണം റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, എന്നാൽ ഇപ്പോൾ നമുക്ക് സമാപിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശക്കണ്ടോ? വിശക്കണില്ല, എന്നാലും ഭക്ഷണം കഴിക്കാം. ഈ അടുക്കളയിലുള്ളവർക്കൊക്കെ വേഗം കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ളതല്ലേ. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ജ്ഞാനം 6 5 കാര്യങ്ങൾ, 5 വചനം നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഒന്നേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. 6:14. അതിന് മുൻപിൽ 11, 12, 13, 14, 15. ഈ 5 കാര്യങ്ങളിൽ 5 വചനങ്ങളിൽ 7 തരത്തിൽ ജ്ഞാനം കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പം നമുക്കൊരു മിനിറ്റ് ഈ പറഞ്ഞ രീതിയിൽ നമ്മളിൽ ജ്ഞാനം നിറയുന്നതിനും ആ ജ്ഞാനം നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും ദൈവരാജ്യ കേന്ദ്രീകൃതമായി പ്രസരിക്കുന്നതിനും പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ മക്കളാണ്, അല്ലേ? അപ്പോൾ അവരിലേക്കെല്ലാം പ്രസരിക്കട്ടെ. ആ ബോധ്യത്തോടെ ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജ്ഞാനം നിറയണമേ പരിശുദ്ധാത്മാവെല്ലാവരും. ദൈവമേ, ഞങ്ങളിൽ ജ്ഞാനം നിറയണമേ. ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്കും ദൈവിക ജ്ഞാനം ഉടമ്പടി പ്രകാരം പ്രസരിക്കണമേ. അവരെല്ലാവരും പ്രകാശിതരാകണമേ. അവരെല്ലാവരും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിക്കപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നന്നായിട്ട് പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജ്ഞാനം നിറയണമേ, ജ്ഞാനം നിറയണമേ. ഞങ്ങളിലേക്ക് ദൈവിക ജ്ഞാനം ഒഴുകണമേ. അങ്ങയുടെ വചനമാണ് ജ്ഞാനം. അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ജ്ഞാനം, യേശുവാകുന്ന ജ്ഞാനം ഞങ്ങളിൽ ഒഴുകി ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് ഒഴുകണമേ. ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിലേക്ക് ഒഴുകണമേ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവനും അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഓ പരിശുദ്ധാത്മാവേ, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഭക്ഷണം വിളമ്പാനുള്ളവർ